സമസ്ത മദ്രസ 4ാം ക്ലാസ് കഴിഞ്ഞ വർഷം നടന്ന 2 പാദവാർഷിക പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു ചോദ്യ പേപ്പർ നമ്മുടെ കേരളത്തിൽ നടന്നതും രണ്ടാമത് ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന 2 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നടന്ന വാർഷിക പരീക്ഷ, അർദ്ധവാർഷിക പരീക്ഷകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് തെദിരീബാത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ 1 മുതൽ 3 വരെയുള്ള പാഠങ്ങളുടെ തെദിരീബാത്തുകൾ മാത്രമായി വീഡിയോ നിർമ്മിച്ച് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിസാനുൽ ഖുർആൻ 4ാം ക്ലാസ്സിലെ എല്ലാ പാഠവും ചിത്രകഥകളായി നിർമ്മിച്ച് അതിന്റെ വീഡിയോ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിശോധിക്കാം. ഒന്നാമത്തെ പ്രവർത്തനം നൂസിലുബിൽ മുനാസിബി യോജിച്ചവകൾ കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. അതായത് ഈ കോളത്തിലുള്ളത് യോജിച്ചത് ഏതാണോ അത് ഇവിടെ എഴുതാനാണ്. 14ാമത്തെ, 11ാമത്തെ, 9ാമത്തെ യൗമു ഈദിൽ അദ്ഹ ബലി പെരുന്നാൾ ദിവസം 11, 9 ഇവയാണ് യോജിപ്പിക്കാനുള്ളത്. നമുക്ക് ചോദ്യം നോക്കാം. അൽ ആഷിറു 10ാമത്തത് മിൻ ദുൽഹിജ്ജ ദുൽഹിജ്ജ മാസത്തിൽ നിന്ന് 10ാമത്തത് യൗമു ഈദിൽ അദ്ഹ അത് ബലി പെരുന്നാൾ ദിവസമാണ്. അല്ലെ, ദുൽഹിജ്ജ 10നാണല്ലോ ബലി പെരുന്നാള്. രണ്ടാമത്തത് അഹദ അഷറ അതാ യോജിച്ചത് 11. അഹദ അഷറ എന്ന് പറഞ്ഞാൽ 11ആണ്. മൂന്നാമത്തത് അറാബിഉ അഷറ എന്താ 14ാമത്തെ. അടുത്തത് അൽ ഹാദി അഷറ 11ാമത്തെ. ഇവിടെ മാറരുത് ട്ടോ. രണ്ടാമത്തെ ചോദ്യം അഹദ അഷറ 11. ഇനി ഇവിടെ നോക്കൂ, അൽ ഹാദി അഷറ 11ാമത്തെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അതേപോലെ തന്നെയാണ് അടുത്ത 2 ചോദ്യങ്ങളും. തിസ്അതുൻ 9, അത്താസിഉ 9ാമത്തെ. ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നുകമ്മിലുൽ ഫറാഗ ബിൽ മുനാസിബി മിനൽ ഖൗസൈനി. ഇവിടെയുള്ള ഈ കോളത്തിൽ നിന്ന് യോജിച്ചവ കൊണ്ട് ഇവിടെ എഴുതി കൊടുക്കാനാണ്. ഇതിൽ ഒരു ഉത്തരം ശരിയാണ്, ബാക്കി 2 ഉത്തരങ്ങളും തെറ്റുകളാണ്. ശരി ഇവിടെ എടുത്ത് എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം അൽ ബിൻതാനി. ബിൻതു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, ബിൻതാനി എന്ന് പറഞ്ഞാലോ 2 പെൺകുട്ടി, 2 പെൺകുട്ടികൾ. അലൽ മഖഅദി ബെഞ്ചിന്മേൽ. ഇവിടെ തെജിലിസാനി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു, യജ്ലിസാനി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു, തെജിലിസു എന്ന് പറഞ്ഞാലും ഇരിക്കുന്നു. പക്ഷെ ഇവിടെ യോജിച്ചത് ഏതാ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, സൊറഫാക്കി നോക്കാം. യജ്ലിസു, യജ്ലിസാനി, യജ്ലിസൂന, തെജിലിസു, തെജിലിസാനി. ഒന്നല്ലെങ്കിൽ അങ്ങനെ നോക്കാം. അതല്ലെങ്കിൽ ബിൻതാൻ, ഇവിടെ ഒരു അലിഫ് നൂൻ കണ്ടോ? അപ്പൊ ഇതില് അലിഫ് നൂനുള്ളത് ഏതാ നോക്കാം. ഇതിലില്ല, അപ്പൊ ഇത് തെറ്റ്. ഇത് 2ലോ ഉള്ളത്. ഇനി എന്ത് ചെയ്യണം, ബിൻത്ത് എന്ന് പറയുന്നത് പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണം, താഇ വേണ്ടി വരും. അപ്പൊ ശരിയായ ഉത്തരം ഏതാ, തെജിലിസാനി. അടുത്തത് അരിജാലു പുരുഷന്മാർ ബിൽ കുറത്തി പന്ത് കൊണ്ട് എൽ അബാനി കളിക്കുന്നു, തെൽ അബാനി കളിക്കുന്നു, എൽ അബൂൻ ഇതൊക്കെ കളിക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ യോജിച്ചത് ഏതാ? അപ്പൊ ആദ്യം നോക്കണം, ആരാണ് നോക്കണം. റിജാല് പുരുഷന്മാരാണ് അല്ലെ. പുരുഷന്മാർ എന്ന് പറയുമ്പോൾ കുറെ ആളുകളുണ്ട്. 2 ആളാവുമ്പോഴാണ് എന്ത് നമ്മൾ അലിഫിനൂന് നോക്കേണ്ടത്. അപ്പൊ ഇതുമല്ല ഇതുമല്ല. എൽ അബൂന അല്ലെ, എൽ അബു, എൽ അബാനി, എൽ അബൂന. അരിജാലു യൽഅബൂന ബിൽ ഖുറത്തി. മൂന്നാമത്തത് അൽ ഉസ്താദു, ഉസ്താദ് ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു, യസ്റഉ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നു, തദ്ഹബു എന്ന് പറഞ്ഞാലും പോകുന്നു അല്ലെ. അപ്പൊ ഉസ്താദ് മദ്രസയിലേക്ക് കൃഷി ചെയ്യുന്നു എന്നുള്ളത് അത് തെറ്റാണ്. ഇങ്ങനെ മദ്രസയിലേക്ക് കൃഷി ചെയ്യുക അതല്ല. പിന്നെ യദ്ഹബു, തദ്ഹബു ഇതിലേതോ ഒന്നാണ് അതിന്റെ ഉത്തരം. എങ്ങനെ കണ്ടെത്താം? ആരാണ് പോണത്? ഉസ്താദാണ്. അപ്പൊ ഉസ്താദ് ആണോ പെണ്ണ? ആണാണ്. അതുകൊണ്ട് എന്ത് വേണം, യാ കൊടുക്കണം അല്ലെ. അപ്പൊ അൽ ഉസ്താദു യദ്ഹബു ഇലൽ മദ്രസത്തി. അടുത്തത് 4ാമത്തത് ആയത്താണ്. നമുക്ക് കാണാതെ അറിയുന്ന ഒരു ആയത്താണ്. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അതുപോലെ തന്നെ 5ാമത്തത് നമുക്ക് കാണാതെ അറിയുന്ന ആയത്താണ്. എന്താണ്? വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാ. അതായത് ഈ ആയത്തുകളുടെ അർത്ഥം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അർത്ഥം അറിഞ്ഞില്ല എന്നെങ്കിൽ നമുക്ക് ഈ ആയത്തുകൾ കാണാതെ അറിയുന്നത് കൊണ്ട് ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. ഇനി നെക്തുബുൽ ജംഅ, ജംഅ എഴുതാനാണ്. ഖഫസുൻ എന്ന് പറഞ്ഞാൽ
ഒരു കൂട്. ഇനി ഒരുപാട് കൂടുകൾ ഉണ്ടെങ്കിലോ അഖ്ഫാസുൻ. ഷജറുൻ ഒരു മരം. അഷ്ജാറുൻ മരങ്ങൾ. മൂന്നോ മൂന്നിൽ കൂടുതലോ മരങ്ങൾ ഉണ്ടെങ്കിൽ മരങ്ങൾ എന്നല്ല പറയാ, അതാണ് അസ്ജാറുൻ. ത്വയ്റുൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി മാത്രം. ഇനി കുറെ പക്ഷികൾ, 4 പക്ഷികളുണ്ട്, അപ്പൊ എന്താ പറയാ, പക്ഷികൾ എന്ന് പറയില്ലേ, അതിനെന്താ പറയാ, തുയൂറുൻ. ഹദീഖത്തുൻ ഒരു പൂന്തോട്ടം മാത്രം. കുറെ പൂന്തോട്ടങ്ങൾ ഉണ്ടെങ്കിലോ ഹദായിഖു. ഹയവാനുൻ ഒരു മൃഗം. മൃഗങ്ങൾ എന്ന് എങ്ങനെ പറയാ, ഹയവാനാത്തുൻ. ഇബിനുൻ ഒരു മകൻ. അബിനാഉൻ മക്കൾ. അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ചോദ്യമാണ് ജംഅ എഴുതാന് അല്ലെങ്കിൽ മുഫ്രദ് എഴുതാന്. ഇതിനാണ് ജംഅ എന്ന് പറയാ. കുറെ മൂന്നോ മൂന്നിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിന് ജംഅ എന്ന് പറയും. ഒന്ന് മാത്രമുള്ളതിനാണ് എന്താ പറയാ, മുഫ്രദ് എന്ന് പറയാ. ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കും, ജംഅ തരും, അഖ്ഫാസുൻ തരും, എന്നിട്ട് അതിന്റെ മുഫ്രദ് എഴുതാൻ പറയും. അങ്ങനെയും വരാറുണ്ട്. അപ്പോ മുഫ്രദും പഠിക്കണം, ജംഉം പഠിക്കണം. ഇനി നഖ്താറു മിനൽ ഖൗസൈനി, നമുക്ക് ഇവിടെ നിന്ന് ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കാനാണ്. എന്നിട്ട് വനുക്കമ്മിൽ അത് പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം, അൽ അസദു സിംഹം. അൽ ഹദീഖത്തി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. അല്ലെ, ജെറിന്റെ അക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ അക്ഷരങ്ങളും അവസാനം ജെറായിരിക്കും. അല്ലെ, എല്ലാം കസ്റ വന്നിട്ടുള്ളത് അല്ലെ. ഇവിടെ നോക്കാം. അൽ അസദു സിംഹം ഡേഷ് അൽ ഹദീഖത്തി. ഹദീഖത്ത് പൂന്തോട്ടം. അപ്പൊ ഏതാണ് യോജിച്ചത്? ഫി, സിംഹം പൂന്തോട്ടത്തിലാണ്, അതല്ലേ യോജിച്ചത്. കുല്ലുഹ അതൊക്കെ, അത് മുഴുവൻ. അജാഇബി ഖൽഖിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ. ഇനി അത്ഭുതങ്ങളിൽ പെട്ടതാണെന്ന് പറയണ്ടേ, അപ്പൊ ഏതാ, മീൻ എന്നുള്ളതാണ്. ദഹബ സിനാനും, സിനാനു പോയി. സിയാറത്തൽ ഹദീഖത്തി പൂന്തോട്ട സന്ദർശനം. സിയാറത്തനെ സന്ദർശിക്കുക, ഹദീഖറ പൂന്തോട്ടം. അവിടെ ചോദിച്ചേതാ, സിനാൻ എന്തിനാ പോയത്? പൂന്തോട്ടം സന്ദർശിക്കാൻ വേണ്ടി. വേണ്ടി എന്നതിന് ലി. ദഹബ സിനാനും ലി സിയാറത്തിൽ ഹദീഖത്തി. മൂന്നാമത്തത്, ബയ്യനൽ വാലിദു പിതാവ് വ്യക്തമാക്കി കൊടുത്തു. ഹയവാനാത്ത് എന്ന് പറഞ്ഞ മൃഗങ്ങളെ. അപ്പൊ എന്തായിരിക്കും അവിടെ ചോദിച്ചത്, പിതാവ് മൃഗങ്ങളെ കുറിച്ച് എന്നല്ലേ. അപ്പോ അൻ ബയ്യനൽ വാലിദു അനിൽ ഹയവാനാത്തി. അഞ്ചാമത്തത് അഷജറത്ത്, ഷജറത്ത് മരം. ബബുഗാ എന്ന് പറഞ്ഞാല് തത്ത, മരം തത്ത. അവിടെ ഏതാ ചോദിച്ചത്, അലഷജറത്ത് മരത്തിന്മേൽ. മരത്തിന്മേലുണ്ടെന്ത്, ബബുഗാഉൻ തത്ത. ഇനി നുകമ്മിലുൽ ജദ്വല, കോളം പൂരിപ്പിക്കാനാണ്, സർഫാക്കാനാണ്. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന. തദ്ഹബു തദ്ഹബാനി യദ്ഹബിന. രണ്ടാമത്തത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. കോളത്തിലെ പൂരിപ്പിക്കാനാണ് വിട്ട ഭാഗങ്ങൾ. കുറച്ചതിൽ കൊടുത്തിട്ടുണ്ട്. യർജിഉ യർജിആനി യർജിഊന. തർജിഉ തർജിആനി യർജിഇന. അടുത്ത ചോദ്യം, നുഅരിബു നമുക്ക് അറബിയിലാക്കാം. പെൺകുട്ടികൾ മടങ്ങുന്നു. ഇത് അറബിയിൽ എഴുതണം. പെൺകുട്ടിക്ക് എന്താ പറയാ, ബിൻതുൻ ഒരു പെൺകുട്ടി. ബിൻതാനി രണ്ട് പെൺകുട്ടികൾ. ബനാത്തുൻ പെൺകുട്ടികൾ. അപ്പൊ അൽ ബനാത്തു. ഇനി മടങ്ങുന്നു. യർജിഉ എന്ന് പറഞ്ഞാൽ അവൻ മടങ്ങുന്നു. യർജിഉ യർജിആനി യർജിഊന. തർജിഉ തർജിആനി യർജിഇന. അതാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അൽ ബനാത്തു യർജിഇന. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കാം. ഇതും അതുപോലെ തന്നെ യോജിച്ചവ കൊണ്ട് ചേർത്ത് എഴുതാനാണ്. 7, 15, 7-ാമത്തെ, 9-ാമത്തെ, 11-ാമത്തെ, 13 ഇവയാണ്. ഒന്നാമത്തെ ചോദ്യം, അസ്സാബിഉ. എന്താ സാബിഉ എന്ന് പറഞ്ഞാൽ, അസ്സാബിഉ എന്ന് പറഞ്ഞാൽ 7-ാമത്തെ. അൽ ഹാദി അശറ 11-ാമത്തെ. സബ്അത്തുൻ 7. ഇത് മാറരുത്. അസ്സാബിഉ അതുപോലെ തന്നെ സബ്അത്തുൻ രണ്ടും മാറരുത്. സലാസത അശറ 13. ഖംസത അശറ 15. അടുത്തത് 6-ാമത്തത് അത്താസിഉ 9-ാമത്തെ. ഇനി നുകമ്മിലുൽ ഫറാ ബിൽ മുനാസിബി. യോജിച്ചവ കൊണ്ട് നമുക്ക് ഒഴിഞ്ഞ ഭാഗം
പൂരിപ്പിക്കാം. അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ ദുറൂസഹുമ അവരുടെ പാഠങ്ങൾ, രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ പാഠങ്ങൾ. ഇനി പഠിക്കുന്നു എന്നാണ്. യദുറുസാനി തെദുറുസാനി യദുറുസ് ഇതൊക്കെ പഠിക്കുന്നു എന്നാണ്. പക്ഷെ ഇവിടെ യോജിച്ചത് ഏതാണ് നോക്കാം. ഒന്നാമത് വിദ്യാർത്ഥികൾ ആൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണം? യാ കൊടുക്കണം. അപ്പോ യദുറുസു ഇവിടെ യാ ഉണ്ട്, യദുറുസാനി ഇവക്കും യാ ഉണ്ട്. ഇത് തെറ്റാണ്. ഇനി ത്വാലിബാനി എന്ന് പറയുമ്പോൾ ഒരു അലിഫ് നൂനി ഇവിടെ ഉണ്ട് അല്ലെ? അപ്പൊ ഇതിലും അതുപോലെ നോക്കണം. അപ്പൊ യോജിച്ച ഉത്തരം ഏതാ? യദുറുസാനി ദുറൂസഹുമ. അടുത്തത് അൽബനാത്തു പെൺകുട്ടികൾ. ജരീദത എന്ന് പറഞ്ഞ പത്രം. യഖ്റഇന എന്ന് പറഞ്ഞാൽ വായിക്കുന്നു, യഖ്റഊന എന്ന് പറഞ്ഞാലും വായിക്കുന്നു, തഖ്റആനി എന്ന് പറഞ്ഞാലും വായിക്കുന്നു. ഇതിൽ ശരിയായത് ഏതാ? യഖ്റഉ അവൻ വായിക്കുന്നു, യഖ്റആനി അവൻ രണ്ട് ആളുകൾ പുരുഷന്മാര് വായിക്കുന്നു, യഖ്റഊന അവർ ഒരുപാട് പുരുഷന്മാര് വായിക്കുന്നു. നമ്മൾ സർഫാക്കാൻ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നോക്കണം ആരാണ്? അൽ ബനാത്തു എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സർഫാക്കിയതിൽ ആറാമത്തതാണ് യഖ്റഉ, യഖ്റആനി, യഖ്റഊന. അത് മൂന്നും ആണുങ്ങൾക്കുള്ളതാണ്. അടുത്തത് തഖ്റഉ ഒരു പെണ്ണ്, തഖ്റആനി രണ്ട് സ്ത്രീകൾ, യഖ്റഇന അല്ലെ കുറെ സ്ത്രീകൾ. അപ്പൊ പെൺകുട്ടികൾ എന്ന് പറയും കുറെ ആളില്ലേ? അപ്പൊ ഏതാ കൊടുക്കേണ്ടത്? അതിൽ ആറാമത്തത് യഖ്റഇന. മൂന്നാമത്തത് അൽ ഉസ്താദ് ഉസ്താദ് ഇലൽ മദ്റസത്തി മദ്റസയിലേക്ക്. ഇനി എന്താക്കുന്നു എന്ന് അവിടെ ഉള്ളത്? യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു, തദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു, യസ്റഉ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നു എന്നാണ്. മദ്രസയിലേക്ക് ഉസ്താദ് കൃഷി ചെയ്യോ? ഇല്ലല്ലോ. അപ്പൊ ഇത് തെറ്റാണ്. ഇനി യദ്ഹബു എന്ന് പറഞ്ഞാലും തദ്ഹബു എന്ന് പറഞ്ഞാലും പോകുന്നു എന്നാണ്. പക്ഷെ ഇവിടെ ശരിയായ ഉത്തരം ഏതാ? ഉസ്താദ് ആണായതുകൊണ്ട് ഏതാ ശരി? യദ്ഹബു എന്നുള്ളതാണ്. അടുത്തത് ദഹബ സിനാനുൻ സിനാന് പോയി അൽ ഹദീഖത്ത് പൂന്തോട്ടം. സിനാന് പോയി പൂന്തോട്ടം. ഇനി ഇവിടെയാണ് യോജിപ്പിക്കേണ്ടത്. അല ഷജറത്തി മരത്തിന്മേൽ, മിൻ അജായിബി അത്ഭുതത്തിൽപ്പെട്ടതാണ്, ലിസിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി. ഏതാ യോജിച്ചത്? ലിസിയാറത്ത് സന്ദർശിക്കാൻ വേണ്ടി, അതാണ് യോജിച്ചത്. അരിജാലു പുരുഷന്മാർ, ബിൽ ഖുറത്തി പന്തുകൊണ്ട്, എൽ അബാനി കളിക്കുന്നു, തെൽ അബാനി കളിക്കുന്നു, എൽ അബുനൊക്കെ കളിക്കുന്നു എന്നാ. പക്ഷെ ഇവിടെ യോജിച്ചത് ഏതാ? ആരാ നോക്കണം? ആരാ കളിക്കുന്നു നോക്കണേ? റിജാലാണ്. ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാ? സർഫാക്കാം. എൽ അബു, എൽ അബാനി, എൽ അബൂന. അതാണല്ലോ ഒരുപാട് പുരുഷന്മാർക്കുള്ളത്. അപ്പൊ എൽ അബൂന. ഇനി ഉക്തുബിൽ ജംഅ, ഇവിടെയും ജംഅ ഇതാ വന്നിട്ടുണ്ട്. ഹയവാനിൻ ഒരു മൃഗം. ഈ മൃഗങ്ങൾ എന്നതിന് ഹയവാനാത്തുൻ. ത്വയ്റുൻ ഒരു പക്ഷി, തുയൂറിൻ ഒരുപാട് പക്ഷികൾ, ഹദീഖത്തുൻ ഒരു പൂന്തോട്ടം, ഹദായിഖു പൂന്തോട്ടങ്ങൾ, ഷജറുൻ ഒരു മരം, അഷ്ജാറുൻ മരങ്ങൾ, ഇബിനുൻ ഒരു മകൻ, അബിനാഉൻ മക്കൾ, ഖഫസുൻ കൂട് ഒരു കൂട്, അഖ്ഫാസുൻ കൂടുകൾ. ഇനി നുകമ്മിലുൽ ജദ്വല കോളം പൂർത്തിയാക്കാനാണ്, പൂരിപ്പിക്കാനാണ്. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന. തഫ്അൽ കൊടുത്തിട്ടുണ്ട്. തഫ്അലാനി, യഫ്അൽന. ഇത് കാണാതെ പഠിക്കണം. കാരണം ഇതുപോലെ മറ്റു ഫെയിലുകൾ ചിലപ്പോൾ സർഫാക്കാൻ വരും. ചിലപ്പോൾ യദ്ഹബു വരും, യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന, തദ്ഹബു, തദ്ഹബാനി, യദ്ഹബിന. അതുപോലെ ഏത് ഫെയില് കിട്ടിയാലും നമുക്ക് എഴുതാൻ അറിയണം. ഇനി തർജിമു, നമുക്ക് അർത്ഥം എഴുതാം. ഇൻതഹൽ ഇംതിഹാനു സനവിയ്യു അല്ലെ? നമ്മുടെ ഒന്നാമത്തെ പാഠം തുടങ്ങണത് എങ്ങനെയാണ്? വാർഷിക പരീക്ഷ അവസാനിച്ചു. ഇനി രണ്ടാമത്തെ പാഠം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ത്? ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ യുഹിബ്ബു സിറാഅത. ഹാമിദ് മിടുക്കനായ വിദ്യാർത്ഥിയാണ്, അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു. അതായത് 1-2 പാഠങ്ങളിൽ തെദ്രീബാത്തല്ലാതെ പാഠത്തിൽ നിന്ന് മാത്രം ഈ 2 ചോദ്യങ്ങളെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ തെദ്രീബാത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് തെദ്രീബാത്ത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത്. നുഅരിബു, നമുക്ക് അറബിയിൽ എഴുതാം. 2 പെൺകുട്ടികൾ കളിക്കുന്നു. എന്താ? യൽ അബു അവൻ കളിക്കുന്നു. അപ്പൊ യൽ അബു, യൽ അബാനി, യൽ അബൂന
തൽഅബു തൽഅബാനി. ഇനി രണ്ട് പെൺകുട്ടികൾക്ക് എന്താ പറയാ? ബിൻതുൻ ഒരു പെൺകുട്ടി, ബിൻതാനി രണ്ട് പെൺകുട്ടികൾ, അൽ ബിൻതാനി രണ്ട് പെൺകുട്ടികൾ, തൽഅബാനി അവർ രണ്ടുപേരും കളിക്കുന്നു. രണ്ടാമത്തത് രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു, അല്ലെ? യക്തുബു അവൻ എഴുതുന്നു, യക്തുബാനി അവർ രണ്ടുപേർ എഴുതുന്നു. ആരാണ് ഇത്? ആൺകുട്ടികൾ അല്ലെ? വലതുൻ ഒരു ആൺകുട്ടി, വലദാനി രണ്ടാൺകുട്ടികൾ. അപ്പോൾ അൽ വലദാനി യക്തുബാനി. അവസാനത്തെ ചോദ്യം നുകമ്മിലു ബിമാഫിൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ ഉള്ളത് കൊണ്ട് നമുക്ക് പൂരിപ്പിക്കാം. ആയത്തുകളാണ്, 3 ആയത്തുകളാണ്. യൗമ ഇതിൻ തുഹദ്ദിസു അഖ്ബാറഹ, രണ്ടാമത്തത് വഅന അവ്വലുൽ മുഅ്മിനീൻ, 3 വയഖൂലൂന ഖംസത്തും സാദിസുഹും കൽബുഹും.